എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ്. 36 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. പൂരോരുട്ടാതി നക്ഷത്രം. M.Com ആണ് വിദ്യാഭ്യാസം. മലപ്പുറം ജില്ലയിലാണ്. അച്ഛന് വെൽഡിംഗ് ഒക്കെയാണ്. ജില്ലാ ജോലി അങ്ങനത്തെ ഒരു പ്രത്യേക ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 27 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പൂയം നക്ഷത്രമാണ്. അച്ഛന് റബ്ബറിൻ്റെയൊക്കെ ബിസിനസ്സാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇവർ സാധാരണക്കാരാണ്. ഇവർക്കും അവരുടെ കുട്ടിയുടെ അച്ഛനും പറഞ്ഞത് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 23 വയസ്സാണ്. ഉത്രാടം നക്ഷത്രം. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. മെഡിക്കൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലയിലാണ് വീട്. ഒരു മീഡിയം ഫാമിലിയാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല. പറ്റണ ഏതൊന്നായാലും നോക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജില്ല ഒരുപാട് ദൂരെ അല്ലെങ്കിലും അനുയോജ്യമായ അടുത്തടുത്ത ജില്ലയൊക്കെ നോക്കാം. പിന്നെ വിദ്യാഭ്യാസം ഇന്നത് വേണം എന്നുള്ളൊരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചോളൂ. 97 45 99 21 27. ഓക്കെ. അടുത്തൊരു നായർ യുവതിയാണ്. 32 വയസ്സുണ്ട്. ഉത്രാടം നക്ഷത്രമാണ് ഇവർ. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃശ്ശൂർ ജില്ലയിലാണ്. മീഡിയം ഫാമിലിയാണ്. പ്രത്യേകിച്ചൊരു ഇത് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് അവർക്ക് അനുയോജ്യമായ ഏതൊരാലോചനയായാലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 37 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. അക്കൗണ്ടൻ്റാണ്. ആദ്യ വിവാഹമാണ്. ഭരണി നക്ഷത്രം. കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ബാധ്യത ഇല്ലാത്ത പുനർവിവാഹം ആയാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. കുട്ടികളും ബാധ്യതയുള്ളതൊന്നും വേണ്ട. അല്ലാതെ ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് ഒഴിവായതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് അനുയോജ്യമായതാണെങ്കിൽ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 27 വയസ്സ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത്. ബാംഗ്ലൂരിലാണ് ജോലി ഉള്ളത്. ഉത്രട്ടാതി നക്ഷത്രമാണ്. കോഴിക്കോട് ജില്ലയിലാണ് വീട്. വിദേശം അകത്തുള്ള ആലോചന മാത്രമേ അവർ നോക്കുള്ളൂ. പുറത്ത് പോകാൻ താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ പുറത്തുള്ള ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 42 വയസ്സുണ്ട്. +2 ആണ്. ഡൈവോഴ്സ് ആയിട്ടുണ്ട്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. വിശാഖ നക്ഷത്രമാണ്. കോട്ടയം ജില്ലയിലാണ് വീട്. അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാൻ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 31 വയസ്സ്. +2 ഡിപ്ലോമയാണ്. പൂരം നക്ഷത്രം. കോഴിക്കോട് ജില്ലയിലാണ്. മീഡിയം ഫാമിലിയാണ്. താല്പര്യമുള്ള ആളുകൾ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്നതൊന്നും പെൺകുട്ടികളുടെ വീട്ടിലെ നമ്പറല്ല, നമ്മളുടെ ഓഫീസ് നമ്പറാണ്. ഓക്കെ. അടുത്തത് ഒരു ഇഴവ യുവതിയാണ്. 30 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. ചതയം നക്ഷത്രമാണ്. ഇടുക്കിയിലാണ് അവർ വീട് വരുന്നത്. അടുത്തടുത്ത ജില്ലകളൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. 24 വയസ്സാണ്. വിശ്വകർമ്മയിലെ ആശാരിമാരാണ്. കാർത്തിക നക്ഷത്രമാണ്. ഡിഗ്രിയാണ്. ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഈ പെൺകുട്ടി കോട്ടയം ജില്ലയിലാണുള്ളത്. അവർക്ക് ജില്ലാ ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. വിശ്വകർമ്മയിലെ ഏതൊരു വിഭാഗത്തു നിന്നും ആലോചന നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഇഴവ യുവതിയാണ്. 45 വയസ്സുണ്ട്. ഇവർക്ക് ആദ്യ വിവാഹമാണ്. +2 ആണ് വിദ്യാഭ്യാസം. പാലക്കാട് ജില്ലയിലാണ് വീട്. തിരുവാതിര നക്ഷത്രം. ജാതി ജില്ല ഇതേപോലെ ജോലി ഏതായാലും അവർ നോക്കും.
നല്ല സ്വഭാവമുള്ളവർ, സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 62 35 54 39 87 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്, 38 വയസ്സുണ്ട്, SLC ആണ് വിദ്യാഭ്യാസം, മകീരം നക്ഷത്രം, വയനാട് ജില്ലയിലാണ്, സെക്കൻഡ് മാരേജ് ആണ്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല, നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 62 35 54 39 87 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറുകളൊക്കെ ഓഫീസിലെ നമ്പറുകളാണ്. പെൺകുട്ടികളുടെ നമ്പർ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ ആൾക്കാർക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഏകദേശം നോക്കാമെന്നുള്ളതാണെങ്കിൽ മാത്രം ഞങ്ങളുടെ നമ്പർ പാസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാരേജ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതുവരെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞു, കുഴപ്പമില്ല. 25K വരെ സബ്സ്ക്രൈബായി. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ് ഉള്ളത് നിങ്ങളെപ്പോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ്. ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും തന്നെ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആരും തന്നെ നമ്മളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന അങ്ങനത്തെ ആൾക്കാരില്ല. പിന്നെ ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, അവർ നമ്മളടുത്ത് അടച്ച ആൾക്കാരല്ല മിക്കവാറും ഈ കമൻ്റ് ഇടുന്നത്. പല സ്ഥലങ്ങളിൽ അടച്ചിട്ട് അവർ അതിൻ്റെ ഒരു ഇതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളുടെ അടുത്ത് അടച്ച് വരുന്ന ആൾക്കാർ അങ്ങനെ കമൻ്റ് ഇടുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മാങ്ങയുള്ള മാവിലല്ലേ ആൾക്കാർ കല്ലെറിയുള്ളൂ, അങ്ങനെ കരുതാനേ പറ്റുള്ളൂ. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആരായിട്ടൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ ഇതിപ്പോൾ ഒരു ചാനലാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫോണിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഡീറ്റെയിൽ കിട്ടാതെ, കിട്ടിയത് ശരിയാവാതെ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്കത് ഇഷ്ടമായില്ല എന്നെങ്കിൽ പെട്ടെന്ന് അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്താ വെച്ചാൽ കല്യാണം ശരിയായി അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞു, ഞങ്ങളവർക്ക് കൊടുത്തിട്ടില്ല, പിന്നെ അവരെവിടെ നിന്ന് ഈ നമ്പർ തന്നത്. അങ്ങനെയൊക്കെ ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയല്ല, ചില പെൺകുട്ടികളുടെ വീട്ടുകാർ അങ്ങനെ ഒരു സംസാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരും പറഞ്ഞിട്ട് കാര്യമില്ല. പല ബ്യൂറോയിൽ നിന്നും പല സ്ഥലത്തുനിന്നും ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നിങ്ങളെ ഡീറ്റെയിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടുന്ന് കൊടുക്കാറുള്ളത്. പിന്നെ പെൺകുട്ടികളുടെ നമ്മൾ ചാർജ് വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാക്ക് പറയുന്നത്. ചാർജ് അടയ്ക്കാത്തത് കൊണ്ടാണ്. അവർ വേറെ എവിടെയെങ്കിലും അടച്ചിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ബ്രോക്കർമാർ വഴിയോ അല്ലെങ്കിൽ കേരള മാട്രിമോണിയിൽ നിന്ന് വരുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പാസ് ചെയ്ത് വരണം, അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ വരിക. പിന്നെ ഡയറക്റ്റ് അയച്ചു തരുന്നതുണ്ട്. അയച്ചു തന്നതായാലും അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ അവരങ്ങനെ പറയില്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല, നോക്കിയിട്ടില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറയുക. അപ്പോൾ അതിലാരും ഒരു വിഷമം വിചാരിക്കേണ്ട. ഡീറ്റെയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, കമൻ്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇങ്ങനെ 3 ആഴ്ചയായി ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല, ഇന്ന നമ്പറിലാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നത് എന്ന് കൂടെ പറയണം. അപ്പോഴേ നമുക്കത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ സർവീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഓക്കെ.